الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാന്യനായ അധ്യക്ഷൻ, ആദരണീയനായ അബ്ദുൽ അസീസ് മാസ്റ്റർ, സ്നേഹസമ്പന്നരായ രക്ഷിതാക്കളെ, സഹോദരിമാരെ, ഏറെ പ്രിയപ്പെട്ട എൻ്റെ വിദ്യാർത്ഥികളെ, കാരുണ്യവാനായ റബ്ബിന്റെ ഭാരമായ തൗഫീഖ് കൊണ്ട് ഈ സായം സന്ധ്യയിൽ ഏതാനും മിനിറ്റുകൾ അള്ളാഹുവിന്റെ ദീൻ പറയുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു സദസ്സിന്റെ ഭാഗമാകാൻ നമുക്ക് തൗഫീഖ് ലഭിച്ചിരിക്കുകയാണ്. റഹ്മാനായ റബ്ബ് നമ്മുടെ സംസാരവും കേൾക്കലും ഈ ഇരുത്തവും എല്ലാം സ്വാലിഹായ അമലുകളായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ അടുക്കൽ പദവി ഉയർത്തപ്പെടുക എന്നത് ജീവിതത്തിൽ ഒരു സൗഭാഗ്യമാണ്. സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഉയർന്ന പദവിയിലെത്താൻ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ ആ പദവികൾ പലപ്പോഴും ജീവിതത്തിൽ നമുക്കൊരു ഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോകും. നഷ്ടപ്പെടാത്ത, അറ്റമില്ലാത്ത പരലോകത്ത് അള്ളാഹുവിന്റെ അടുക്കൽ ഉയർന്ന പദവി ലഭിക്കുക എന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ആ ഉയർന്ന പദവി മനുഷ്യന് നൽകുന്നത് രണ്ട് കാര്യങ്ങളാണ് എന്നതാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. യർഫഇല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. നിങ്ങളിൽ നിന്ന് ഈമാനുള്ളവരെയും അറിവ് നൽകപ്പെട്ടവരെയും അള്ളാഹു പദവികൾ ഉയർത്തുമെന്നതാണ്. അഥവാ റബ്ബിന്റെ അടുക്കൽ നമ്മുടെ പദവി ഉയർത്തുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അടിയുറച്ച ഈമാൻ. രണ്ട്, നാം നേടിയെടുക്കുന്ന ദീനിയായ ഇൽമ്, അറിവ്. ഇത് രണ്ടുമാണ് കാരുണ്യവാനായ അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ സ്ഥാനം ഉയർത്തുന്ന രണ്ട് കാര്യങ്ങളെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് തന്നെ ഇൽമിന്റെ മജ്ലിസിനേറെ പ്രാധാന്യമുണ്ട്. അറിയാതെ പോകുന്നതാണ് മനുഷ്യൻ പലപ്പോഴും തെറ്റിദ്ധാരണയിൽ അകപ്പെടാനുള്ള കാരണം. മനുഷ്യൻ എപ്പോഴും താൻ അറിയാത്തതിന്റെ ശത്രുവാണ്. അറിയലാണ് ഇരുള് മാറാൻ, അജ്ഞത മാറാനുള്ള മാർഗം. അതുകൊണ്ട് തന്നെ വിജ്ഞാനത്തിന്റെ വഴിയിൽ ഇറങ്ങി തിരിച്ചവന് വേണ്ടി സമുദ്രത്തിലെ മത്സ്യങ്ങൾ പോലും പ്രാർത്ഥിക്കുമെന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പുണ്യം നേടിയെടുക്കാൻ കാരുണ്യവാനായ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇവിടെ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള പ്രഭാഷണം നിങ്ങൾ ശ്രവിച്ചു വരികയാണ്. മൂന്നാമത്തെ ഈ ദിവസം നമ്മുടെ 2 ലോകത്തെയും ജീവിത വിജയത്തിനു വേണ്ടി അള്ളാഹു നൽകിയിട്ടുള്ള അള്ളാഹുവിന്റെ കലാം വിശുദ്ധ ഖുർആൻ, അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ആ ഖുർആൻ നമുക്ക് ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ നൽകുന്ന മാർഗദർശനത്തെ സംബന്ധിച്ചാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സംസാരിക്കാൻ ഈ ഉള്ളവൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാവുന്ന പോലെ ലോകത്തെ ഏറെ ഗ്രന്ഥങ്ങളുണ്ട്. പല ഗ്രന്ഥങ്ങളും കാലത്തിന്റെ മുന്നോട്ടുള്ള ഒഴുക്കിനിടയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോയിട്ടുള്ളതാണ്. ചുരുങ്ങിയ കാലത്തിന് മുമ്പുള്ള എഴുതപ്പെട്ട പുസ്തകങ്ങൾ പോലും ഇന്ന് പ്രസക്തമല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്തിനേറെ പുസ്തകങ്ങളുടെ കാര്യം പറയുന്നു. വീട്ടിലുള്ള പഴയ സാധനങ്ങൾ തട്ടിക്കൊട്ടുന്നതിനിടയിൽ വല്ലുപ്പയുടെ കാലത്തുള്ള ഒരു അടിയാധാരം കിട്ടിയാൽ അത് വായിച്ചു നോക്കാൻ ഇന്നത്തെ പുതിയ തലമുറയിൽ എത്ര പേർക്ക് സാധിക്കും? നമ്മൾ സാധാരണ വായിക്കാറുള്ള ചില മലയാള പത്രങ്ങളിൽ 100 കൊല്ലം മുമ്പുള്ള വാർത്ത എന്ന് പറഞ്ഞ് അതിൽ എഡിറ്റോറിയൽ പേജിൽ പെട്ടിക്കോളത്തിൽ ചില വാർത്തകൾ കൊടുക്കാറുണ്ട്. 100 കൊല്ലം മുമ്പ് ഒരു മലയാള പത്രത്തിൽ വന്ന വാർത്ത ഇന്ന് നമുക്ക് വായിച്ചാൽ പലപ്പോഴും മനസ്സിലാകില്ല.
ഒരു 50 കൊല്ലം മുമ്പുള്ള പറമ്പിന്റെ ആധാരം, അതിലെ വാക്കുകൾ, വരികൾ ഇന്നൊരു പക്ഷേ പുതിയ തലമുറക്ക് വായിച്ചാൽ മനസ്സിലാവുകയില്ല. എന്നാൽ 1400 കൊല്ലം എന്നത് എത്ര സുദീർഘമാണ്. 1400 കൊല്ലം മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ഒരു ഗ്രന്ഥത്തിലെ ഓരോ വചനവും ഓരോ വാക്കും പുതിയതായി അനുഭവപ്പെടുക, അതിൽ ഓരോന്നും ചിന്തനീയമായി തീരുക. മണിക്കൂറുകൾ ഇരുന്ന് ആലോചിച്ചാലും മതിവരാത്ത അറിവിന്റെ സാഗരമായി അത് അനുഭവപ്പെടുക. അത് അല്ലാഹുവിന്റെ കലാമിന് മാത്രമുള്ള പ്രത്യേകതയാണ്. വിശുദ്ധ ഖുർആൻ അതിലെ വിവിധങ്ങളായ വചനങ്ങളിലൂടെ അത് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും അവന് മാർഗദർശനം ലഭിക്കണം. അള്ളാഹു ഖുർആനിലൂടെ നൽകുന്ന മാർഗദർശനത്തിന്റെ ഒരു പ്രത്യേകത വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇസ്രായിൽ 9-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. തീർച്ചയായും ഈ ഖുർആൻ ഏറ്റവും നേരായതിലേക്കാണ് മനുഷ്യനെ വഴി കാണിക്കുന്നത്. ജീവിതത്തിൽ ഏത് കാര്യത്തിലും വ്യത്യസ്തങ്ങളായ വഴികളുണ്ട്, എന്നാൽ നേരായ വഴി കാണിക്കുന്നത് ഈ ഖുർആനാണ്. മാത്രവുമല്ല, വയുബശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്ത് അന്ന ലഹും അജ്റൻ കബീറ. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മഹത്തരമായ പ്രതിഫലമുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുന്നു. ജീവിതത്തിന്റെ ഏത് കാര്യങ്ങളാകട്ടെ, അത് വിശ്വാസ മേഖലയാകട്ടെ, കർമ്മങ്ങളാകട്ടെ, അനുഷ്ഠാനങ്ങളാകട്ടെ, ബന്ധങ്ങളാകട്ടെ, ഇടപാടുകളാകട്ടെ, പെരുമാറ്റ രീതികളാകട്ടെ, ഏത് വിഷയത്തിലും അഖ്വമായ, ഏറ്റവും നേരായ, ചൊവ്വായ, തെറ്റിപ്പോകാത്ത, വളവുകളില്ലാത്ത ശരിയുടെ വഴി കാണിച്ചു തരുന്ന ഗ്രന്ഥമെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ തന്നെ ഈ ഗ്രന്ഥത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. മാത്രവുമല്ല, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഓരോ കാര്യത്തിലും കൃത്യമായ മാർഗദർശനം അനിവാര്യമാണ്. കാരണം എനിക്ക് എന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യം നിങ്ങളിൽ ഒരാൾക്ക് അത് തെറ്റായി തോന്നും, നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് എനിക്ക് തെറ്റായി അനുഭവപ്പെടും. അതുകൊണ്ട് ഓരോ വിഷയത്തിലും കൃത്യമായ ഒരു ഉപദേശം, ശരിയായൊരു മാർഗദർശനം മനുഷ്യനാവശ്യമാണ്. സൂറത്ത് യൂനുസ് 57-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു, യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇദതും മിർ റബ്ബികും. ഹേ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്, ഖദ് ജാഅതുകും മൗഇദതും മിർ റബ്ബികും. നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഒരു നല്ല ഉപദേശം ഇതാ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. അതുമാത്രമല്ല, വശിഫാഉൽ ലിമാ ഫിസ് സുദൂർ. നെഞ്ചുകൾക്കകത്തുള്ള, മനസ്സുകൾക്കകത്തുള്ള സകല പ്രശ്നങ്ങൾക്കുമുള്ള ശിഫ, സകല മാനസിക പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഇതാ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. അതുമാത്രവുമല്ല, വഹുദൻ, ശരിയായൊരു മാർഗദർശനവും, വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളായ ആളുകൾക്കുള്ള കാരുണ്യവും ഇതാ വന്നിരിക്കുന്നു എന്നാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ കാരുണ്യമാണ്. ഭക്ഷണം അല്ലാഹുവിന്റെ കാരുണ്യമാണ്, വസ്ത്രം അല്ലാഹുവിന്റെ കാരുണ്യമാണ്, ജോലി അല്ലാഹുവിന്റെ കാരുണ്യമാണ്, വീട് അല്ലാഹുവിന്റെ കാരുണ്യമാണ്, കുടുംബം അല്ലാഹുവിന്റെ കാരുണ്യമാണ്. എന്നാൽ ഇതിനേക്കാളെല്ലാം ഏറ്റവും വലിയ ഒരടിമയോട് അല്ലാഹു കാണിച്ചിരിക്കുന്ന ഏറ്റവും മഹത്തരമായ കാരുണ്യമായി അല്ലാഹു പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകി എന്നതാണ്. കാരണം ജീവിത വിജയത്തിന്റെ ആധാരം എന്ന് പറയുന്നത് സ്വർഗം ലഭിക്കലാണ്. ആ സ്വർഗം കിട്ടാനുള്ള ഏകമായ വഴിയാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ടൊരു അടിമയോട് റബ്ബ് കാണിച്ച ഏറ്റവും വലിയ കാരുണ്യം വിശുദ്ധ ഖുർആൻ അവന് നൽകി എന്നതാണ്. ആ ഗ്രന്ഥത്തെ കുറിച്ച് വീണ്ടും അല്ലാഹു പറയുന്നു, സൂറത്തു സ്വാദ് 29-ാമത്തെ ആയത്തിലൂടെ, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്. നിങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട അനുഗ്രഹീതമായ ഗ്രന്ഥമാണിത്. എന്തിനു വേണ്ടി? നല്ല പട്ടിനുറയിൽ പൊതിഞ്ഞ് തട്ടിൻ പുറത്ത് വെക്കാനല്ല. റമദാൻ മാസം വരുന്ന സമയത്ത് കുറച്ച് വൃദ്ധരായ ആളുകൾക്ക് വേണ്ടി, അവർക്ക് മാത്രം പാരായണം ചെയ്യാൻ വേണ്ടിയല്ല. മരണപ്പെട്ട വീടുകളിൽ ഓതി കൈമടക്ക് വാങ്ങാൻ വേണ്ടിയല്ല. മറവ് ചെയ്യപ്പെട്ട മനുഷ്യരുടെ കബറുകൾക്ക് മുകളിൽ കത്തപ്പുരകൾ കെട്ടിയുണ്ടാക്കി അതിന്റെ മുകളിൽ വെച്ച് താരമുറിയാതെ ഓതി കൈമടക്ക് വാങ്ങാൻ വേണ്ടിയല്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ ഗ്രന്ഥം നിങ്ങൾക്ക് തന്നത്? ലിയദ്ദബ്ബറൂ ആയാതിഹി. അതിലെ ആയത്തുകളെ കുറിച്ച് അവർ ഉറ്റാലോചിക്കാൻ വേണ്ടിയാണ്. വിശുദ്ധ ഖുർആനിലെ ഓരോ വചനങ്ങളെയും ചിന്തക്ക് വിഷയമാക്കാൻ വേണ്ടിയാണ്, ആലോചനക്ക് അതിനെ പാത്രമാക്കുന്നതിന് വേണ്ടിയാണ്. മാത്രവുമല്ല, വലിയ തദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾക്ക് അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാൻ വേണ്ടിയാണ്. വല്ലാത്തൊരു വചനം, വല്ലാത്തൊരു വിഷയം, എത്ര മനസ്സ് തട്ടുന്ന ഒരു ആശയമാണ്. ഇതിന് തുല്യമായ ഒരു
ഒരു കാര്യം ലോകത്ത് പറയാൻ ആർക്കാണ് ഇന്നേ വരെ സാധിച്ചിട്ടുള്ളത്? അതുകൊണ്ട് ആ ഗ്രന്ഥം എന്തിനുള്ളതാ? അതിലെ ആയത്തുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ്. ജീവിതത്തിന്റെ ഓരോ രംഗത്തും അത് നടപ്പാക്കാൻ വേണ്ടിയാണ്. വീണ്ടും അല്ലാഹു പറയുന്നു സൂറത്തു സുമർ 28-ാമത്തെ ആയത്തിലൂടെ, വലഖദ് ളറബ്നാ ലിന്നാസി ഫീ ഹാദൽ ഖുർആനി മിൻ കുല്ലി മസൽ. മനുഷ്യർക്ക് വേണ്ടി ഈ ഗ്രന്ഥത്തിൽ എല്ലാ ഉദാഹരണവും നാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തിനു വേണ്ടിയാ പറഞ്ഞത്? ലഅല്ലഹും യതദക്കറൂൻ, അവർ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുന്നവരാകാൻ വേണ്ടിയാണ്. മാത്രമല്ല ഖുർആനൻ അറബിയൻ ഗൈറ ദീ ഇവജ്, ഒരു വക്രതയുമില്ലാത്ത അറബി ഭാഷയിലുള്ള ഖുർആൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. എന്തിനു വേണ്ടി? ലഅല്ലഹും യത്തഖൂൻ, അവർ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്നവരാകാൻ വേണ്ടി. അറബിയിലുള്ള ഖുർആൻ ലഅല്ലക്കും തഅഖിലൂന, അറബിയിൽ അതിനെ തന്നത് എന്തിനു വേണ്ടിയാ? നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ് എന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു മറ്റൊരു സ്ഥലത്ത് പഠിപ്പിക്കുന്നത്. ഇന്നാ ജഅൽനാഹു ഖുർആനൻ അറബിയൻ ലഅല്ലക്കും തഅഖിലൂൻ. സൂറത്തു സുഹ്റുഫ് 4-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു വിശദീകരിക്കുകയാണ്. അപ്പൊ ചിന്തക്ക് പാത്രമാകേണ്ടുന്ന ഒരു ഗ്രന്ഥം, പഠിക്കേണ്ടുന്ന ഒരു ഗ്രന്ഥം, ജീവിതത്തിൽ പകർത്തേണ്ടുന്ന ഒരു ഗ്രന്ഥം, ആളുകളുടെ മുമ്പിൽ കാണിച്ചു കൊടുത്ത് മഹത്വം വർണ്ണിക്കേണ്ടിയിരിക്കുന്ന ഒരു ഗ്രന്ഥം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആധുനിക കാലഘട്ടത്തിൽ നമുക്കറിയാം, ഭൗതികമായി ഏറെ പുരോഗതി നേടിയിട്ടുണ്ട്. സങ്കല്പിക്കാൻ സാധിക്കാത്ത, വർഷങ്ങൾക്ക് മുമ്പ് സ്വപ്നം കാണാൻ സാധിക്കാത്ത പലതും ഇന്ന് സാധ്യമായി തീർന്നിട്ടുണ്ട്. പക്ഷേ മനുഷ്യന്റെ പ്രശ്നം എന്താണ്? മാനസികമായ പ്രയാസങ്ങളാണ്, ജീവിതത്തിലെ പ്രതിസന്ധികളാണ്. എന്തിനു വേണ്ടി ജീവിതം എന്ന ചോദ്യമാണ്. ഈ ലോക ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? എന്നിട്ട് അവസാനം എത്തിപ്പെടുന്നത് എവിടെയാ? മയക്കുമരുന്നുകളിൽ, ലഹരിയിൽ, വൃത്തികേടുകളിൽ. അവസാനം ജീവിതം വലിച്ചെറിയുന്ന ആത്മഹത്യയിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്നു. റബ്ബ് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഇവിടെ അടിസ്ഥാനപരമായി മനുഷ്യനോട് ആവശ്യപ്പെടുന്നത്, മനുഷ്യ നീ എന്തിനു വേണ്ടിയാ ഈ ഭൂമിയിലേക്ക് വന്നത്? അതൊന്ന് ശരിക്കും ചിന്തിക്കണം. എന്തിനു വേണ്ടിയാ നീ വന്നത്? നീ നടന്നു പോകുന്ന ഈ വഴികൾക്ക്, നീ ചവിട്ട് നടക്കുന്ന ഈ വഴികൾക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടല്ലോ. ഞാനിവിടെ ഇന്ന് സ്കൂൾ വിട്ടിട്ട് പത്തപ്പിരിയത്തേക്ക് വരുമ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിനോട് പലരെ കുറിച്ചും ചോദിച്ചു. നേരത്തെ പരിചയമുള്ള പലരെ കുറിച്ച്. 8-10 കൊല്ലം വിദേശത്തായ അവരുടെ ഇടവേളയിൽ ഇവിടെ ഉണ്ടായിരുന്ന പല മരണങ്ങളും ഞാൻ അറിഞ്ഞിട്ടില്ല. ചോദിച്ചപ്പോഴാണ് പലരെ കുറിച്ചും ചോദിച്ചപ്പോൾ അദ്ദേഹം ഇന്ന കൊല്ലം മരണപ്പെട്ടു പോയി എന്ന് പറയുന്നു. വിശ്വാസികളായ എല്ലാ സഹോദരങ്ങൾക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നാളെ നമ്മളെ കുറിച്ച് ഒരാൾ ചോദിച്ചാലും അങ്ങനെ തന്നെയാണല്ലോ പറയുക. പള്ളിപ്പറമ്പിലേക്ക് ചെന്നാൽ നമ്മളെ കുറിച്ച് ഓർക്കാൻ അവിടങ്ങളിലുള്ള ഖബറിന്റെ ചില അടയാളങ്ങൾ മാത്രം, അതും കുറച്ചു വർഷം കഴിഞ്ഞാൽ ഇല്ലാതായി പോകും. അപ്പൊ എന്തിനു വേണ്ടിയാ ഇവിടെ നമ്മൾ ജീവിച്ചത്? എന്തിനു വേണ്ടിയാണ് ഇവിടേക്ക് നമ്മൾ വന്നത്? മനുഷ്യരെ ചിന്തിക്കണമെന്ന് ആവശ്യപ്പെട്ട് വിശുദ്ധ ഖുർആൻ നമ്മളോട് ചില കാര്യങ്ങൾ പറയുന്നു. ഹല്ലത്താ അലൽ ഇൻസാനി ഹൈനും മിനദ്ദഹരി ലം യകുൻ ശൈഅം മദ്കൂറാ. മനുഷ്യ, നിന്റെ ജീവിതത്തിൽ പറയപ്പെടാവുന്ന ഒന്നുമല്ലാത്തൊരു കാലം കഴിഞ്ഞു പോയിട്ടില്ലേ? ഇന്ന് നിനക്ക് പേരുണ്ട്, മേൽവിലാസമുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്, തൊഴിലുണ്ട്, കുടുംബമുണ്ട്, മക്കളുണ്ട്, സമ്പത്തുണ്ട്. വർഷങ്ങളുടെ പിറകിലേക്ക് ചിന്തിച്ചാലോ, മലർന്നു കിടന്ന് കൈകാലിട്ടടിച്ച് വാവിട്ട് കരയാൻ മാത്രം അറിയാവുന്ന അവസ്ഥയിൽ ഇവിടേക്ക് പറന്നു വീണവരാ നമ്മൾ. അതിന്റെയും കുറച്ചു കൊല്ലം പിറകിലേക്ക് ആലോചിച്ചാൽ നമ്മൾ എന്ന വ്യക്തിയെ സൂചിപ്പിക്കുന്ന ഒന്നും ഈ ലോകത്തുണ്ടായിരുന്നില്ല. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. കാണാനും കേൾക്കാനും കഴിവുള്ളവനായിക്കൊണ്ട് മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് എന്തിനു വേണ്ടിയാ? പരീക്ഷിക്കാൻ വേണ്ടിയാണ് എന്നാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. പരീക്ഷണത്തിന് വേണ്ടിയ ജീവിതം. ശരിയും തെറ്റും, സത്യവും അസത്യവും, ധർമ്മവും അധർമ്മവും ഉള്ള ഈ ലോകത്ത് ആരാണ് നല്ലവനായി നല്ലവളായി ജീവിക്കുന്നത് എന്ന പരീക്ഷണമാണ് ജീവിതം. അതിനുവേണ്ടിയാ പടച്ചവൻ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു ലക്ഷ്യമുണ്ട്. യുക്തിവാദികളും നിരീശ്വരവാദികളും വിശുദ്ധ ഖുർആൻ 6-ാം നൂറ്റാണ്ടിലെ ഒരു ഗ്രന്ഥം, 14 നൂറ്റാണ്ടുകൾക്കുമുള്ള ഒരു കിതാബ്, അതാണ് ലോകത്ത് ഇന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്. സോഷ്യൽ മീഡിയകളിലെ കമന്റുകൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. 6-ാം നൂറ്റാണ്ടിലെ ഒരു പ്രവാചകൻ, ഗോത്ര ജീവിത കാലഘട്ടത്തിന്റെ ഒരു ഗ്രന്ഥം, വർത്തമാനകാലത്ത് ഇതിനെന്ത് പ്രസക്തിയാണുള്ളത് എന്ന് ചോദിക്കുന്ന ആളുകൾ, അവരോട് തിരിച്ചു നമുക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ സാധിക്കും.
ചങ്ങായിമാരെ, നിങ്ങൾ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്, പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. പക്ഷെ എന്ത് നന്മയാണ് ഈ നാട്ടിൽ നിങ്ങൾ നൽകുന്നത്? എന്താണ് ഈ നാട്ടിലെ ജനങ്ങളോട് പറയാൻ നിങ്ങൾക്കുള്ളത്? ഇവിടെ നടക്കുന്ന തിന്മകൾക്കെതിരെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നന്മ വരുത്താനുള്ള മാർഗം എന്താണ്? എന്ത് പരിഹാരമാണ് നിങ്ങൾക്ക് നിർദ്ദേശിക്കാനുള്ളത്? ഇവിടെയാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യരോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുള്ളത്. ഒന്ന്, മനുഷ്യനെ നന്നാക്കാനുള്ള മാർഗം എന്താണ്? മനുഷ്യനെ നന്നാക്കാനുള്ള മാർഗം ഒന്നാമതായി അവന്റെ വിശ്വാസത്തെ നന്നാക്കുക. വളരെ സവിസ്തരം ഇന്നലെ ആ വിഷയം ഇവിടെ പരാമർശിക്കപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വിശ്വാസത്തെ നന്നാക്കുമ്പോഴേ മനുഷ്യനെ നന്നാക്കാൻ പറ്റുള്ളൂ. കാരണം വിശ്വാസത്തിന്റെ പേരിൽ ആ മനുഷ്യൻ ചൂഷണം ചെയ്യപ്പെടും. ഏതാനും ദിവസം മുമ്പ് പോലും നമ്മൾ കണ്ടില്ലേ, ഒരു പിതാവ് സമാധിയായി എന്ന് പറഞ്ഞിട്ട് മക്കള് ചേർന്നിട്ട് അയാളെ കൊണ്ടുപോയിട്ട് സിമന്റിന്റെ ഒരു കൂടാരത്തിനുള്ളിലാക്കി അത് കച്ചവടവൽക്കരിക്കാൻ വേണ്ടി ശ്രമിച്ചു. വിശ്വാസത്തിന്റെ പേരിലാണ് വിദ്യാഭ്യാസമുള്ള ആളുകൾ പോലും ചൂഷണം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ചൂഷണം നടക്കാത്ത ഒരു വിശ്വാസം മനുഷ്യരെ പഠിപ്പിക്കണം. അതേതാണ്? അത് റബ്ബിനെ അറിയലാണ്, റബ്ബിനെ മനസ്സിലാക്കലാണ്. അതെങ്ങനെയാ മനസ്സിലാക്കുക? വെറുതെ ഒരു കഥയായി പറയല്ല, മറിച്ച് വിശുദ്ധ ഖുർആൻ നിരവധി വരുന്ന വചനങ്ങൾ മുന്നിൽ വെച്ച് ചിന്തിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് മനുഷ്യനോട് റബ്ബിനെ കുറിച്ച് തിരിച്ചറിയാൻ ആവശ്യപ്പെടുന്നു. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൽ ലിഉലിൽ അൽബാബ്. തീർച്ചയായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാവും പകലും മാറി മാറി വരുന്നതിലും ബുദ്ധിയുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ഇരുളും വെളിച്ചവും നമ്മൾ കാണുന്നതാണ്, അനുഭവിക്കുന്ന. പക്ഷെ പ്രകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? വെളിച്ചം എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാഖ്യാനിക്കാനോ വിശദീകരിക്കാനോ ശാസ്ത്രത്തിന് ഇന്നേ വരെ സാധ്യമായി തീർന്നിട്ടുള്ള അത്ഭുത പ്രതിഭാസമാണ് വെളിച്ചം. രാവും പകലും മാറുന്നതിൽ ലോകത്തേതെങ്കിലും ഒരു മനുഷ്യ ദൈവത്തിനോ ഒരു തങ്ങൾക്കോ ഒരു പുരോഹിതനോ ആർക്കെങ്കിലും പങ്കാളിത്തമുണ്ടോ? ഇല്ല. മറിച്ച് അള്ളാഹുവിന്റെ കഴിവിൽപ്പെട്ടതാണ്. ഉപയോഗിച്ച വാക്ക് പോലും അത്ഭുതകരമാണ്. സൂര്യനെ കുറിച്ച് പറഞ്ഞിടത്ത് ഉപയോഗിച്ച വാക്ക് കത്തിജ്വലിക്കുന്നത്, വൽഖമറ നൂറ, ചന്ദ്രനെ പ്രകാശമുള്ളതാക്കി മാറ്റിയതും, വഖദ്ദറഹു മനാസില ലിതഅലമു അദദ സിനീന വൽ ഹിസാബ്, നിങ്ങൾ വർഷങ്ങളുടെ കണക്ക് അറിയുന്നതിനു വേണ്ടി, മനസ്സിലാക്കുന്നതിനു വേണ്ടി, അതുപോലെ തന്നെ ഹിസാബ് കൃത്യമായ കണക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതിനു വേണ്ടി അള്ളാഹു ഈ സൂര്യനെയും ചന്ദ്രനെയും സംവിധാനിച്ചു. വഹുവല്ലദീ മദ്ദൽ അർള വജഅല ഫീഹാ റവാസിയ വഅൻഹാറ, ഈ ഭൂമിയെ നിങ്ങൾക്ക് വേണ്ടി വിശാലമാക്കി തന്നു, അതിലെ നദികൾ ഒഴുക്കി. എത്രയെത്ര കാര്യങ്ങൾ! ഒരു വിത്ത് മുളക്കുന്നതിൽ പോലും ചിന്തിക്കുന്ന ആളുകൾക്ക് വലിയ പാഠം. ഞാൻ എന്റെ യാത്രക്കിടയിൽ കോഴിക്കോട് ജില്ലയിലെ ഒരു സ്ഥലത്ത് ചെന്നപ്പോ അവിടെയുള്ള പള്ളിയുടെ മതിൽ പൊളിഞ്ഞിട്ടുണ്ട്. ഞാനത് കണ്ടപ്പോ ചോദിച്ചു, എന്തു പറ്റി? രാത്രി ഏതെങ്കിലും ഡ്രൈവർമാർ ഉറങ്ങിപ്പോയിട്ട് വണ്ടി വന്ന് തട്ടിയിട്ട് പൊളിഞ്ഞതാണോ? അവർ പറഞ്ഞത് അതിൽ വലിയൊരു രസമുണ്ട് കാര്യം. അവർ പറയാണ്, എന്തേ സംഭവിച്ചെന്നറിയോ? ഞങ്ങൾ ഈ അടുത്താണ് ഈ മതില് സിമന്റ് തേച്ചിരുന്നത്. അപ്പൊ സിമന്റ് കുഴച്ചപ്പോ ഒരു ഈത്തപ്പഴത്തിന്റെ കുരു എങ്ങനെയോ അതിൽ പെട്ടുപോയി. സിമന്റ് ഇട്ട സമയത്ത് ആ തേച്ച സിമന്റിൽ ഒരു ഈത്തപ്പഴത്തിന്റെ കുരു പെട്ടുപോയി. മഴ പെയ്തു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ മതില് പൊട്ടി. എന്തേ കാരണം? ആ ഈത്തപ്പഴത്തിന്റെ കുരു മുളച്ചതാണ്. സിമന്റിലെ കോൺക്രീറ്റിനുള്ളിലെ ഈത്തപ്പഴത്തിന്റെ കുരു അത് മുളച്ചപ്പോ മതില് പൊട്ടി. വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്നിടത്ത് റബ്ബ് അതുപോലും പഠിപ്പിക്കാതെ പോയിട്ടില്ല. സൂറത്തു അൻആമിലെ 95-ാമത്തെ ആയത്ത്, ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വന്നവാ, തീർച്ചയായും വിത്തിനെയും ധാന്യത്തെയും പിളർത്തുന്നവനവനാണ്. ശക്തമായ ഭൂമിയെ രണ്ടു ഭാഗത്തേക്കും തള്ളി മാറ്റണം ഒരു വിത്ത് മുളക്കണമെങ്കിൽ. മാത്രമല്ല, താഴോട്ട് സകല വസ്തുക്കളെയും ഭൂമി ആകർഷിക്കുമ്പോ ആ ആകർഷണ ബലത്തെ അതിജയിക്കണം ഒരു ചെടി മേലോട്ട് വളരണമെങ്കിൽ. അത്ര ശക്തിയായ നിലക്ക് മണ്ണിനെ രണ്ടു ഭാഗത്തേക്കും തള്ളി മാറ്റിയിട്ട് മേലോട്ട് വളരാൻ ചെടിക്ക് ശക്തി നൽകിയത് ആരാണ്? അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നിടത്ത് വിശുദ്ധ ഖുർആനിൽ റബ്ബ് അതുപോലും പറയാതെ പോയിട്ടില്ല. അങ്ങനെ കൃത്യമായി പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിന്റെയും അവസ്ഥകൾ പഠിക്കുമ്പോൾ മനസ്സിലാകുമ്പോൾ നിന്റെ മനസ്സ് പറയും, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ, ഞങ്ങളുടെ നാഥാ, നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല,
സൃഷ്ടിപ്പിന്റെ അത്ഭുതം നിനക്ക് ബോധ്യപ്പെടും, അള്ളാഹുവിനെ നിനക്ക് മനസ്സിലാകും. അതുമാത്രമല്ല, നീ നിന്നെ കുറിച്ച് ചിന്തിക്കണം. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഏറ്റവും ഉത്തമമായ അവസ്ഥയിലാണ് മനുഷ്യ നിന്നെ നാം സൃഷ്ടിച്ചിരിക്കുന്നത്. കൈയുടെ വിജാഗിരി സന്ധി മുന്നോട്ടാ മടങ്ങുന്നത്, ഭക്ഷണം കഴിക്കണം അങ്ങനെ വേണം. കാലിന്റെ സന്ധി മടങ്ങുന്നത് പിറകോട്ടാണ്. നടക്കണമെങ്കിൽ, ഓടണമെങ്കിൽ, ചാടണമെങ്കിൽ അങ്ങനെ വേണം. പിന്നോട്ട് മാത്രം മടങ്ങുന്ന കാലുകൊണ്ടല്ലയോ മുന്നോട്ട് പായുന്നിതാളുകൾ. ഉസൈൻ ബോൾട്ടും പി.ടി. ഉഷയും ഒക്കെ മുന്നോട്ട് ഓടിയത് പിന്നോട്ട് മാത്രം മടങ്ങുന്ന കാലുള്ളത് കൊണ്ടാണ്. അത്ഭുതകരമാണ് മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവത്തിന്റെയും ഘടന. ഇതൊരുക്കിയ പടച്ചതമ്പുരാന് തുല്യമാകാൻ ലോകത്തേതെങ്കിലും ശക്തിക്ക് സാധ്യമാകുമോ? വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും. നിങ്ങളുടെ ഉമ്മമാരുടെ വയറുകളിൽ നിന്ന് നിങ്ങളെ ഈ ഭൂമിയിലേക്ക് പുറത്തേക്ക് കൊണ്ടുവന്നവൻ റബ്ബാണ്. ലാ തഅലമൂന ശൈആ. നിങ്ങൾ യാതൊന്നും അറിയാത്തവരായിരുന്നു. വീട്ടിലെ പശു പ്രസവിച്ചപ്പോ ആരും വഴി കാണിച്ചു കൊടുക്കാതെ അത് സ്വയം എഴുന്നേറ്റ് തള്ളപ്പശുവിന്റെ അകിടിനടുത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. ആട്ടിൻകുഞ്ഞിന് ആരും പറഞ്ഞു കൊടുക്കാതെ തള്ളയാടിന്റെ അകിടിനടുത്തേക്ക് നീങ്ങിയത് പാല് കുടിച്ചിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായ ബുദ്ധിശക്തിയുള്ളവനെന്ന് അവകാശപ്പെടുന്ന മനുഷ്യന്റെ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാൾ എടുത്ത് മാതാവിന്റെ മാറിടത്തോട് ചേർത്ത് കൊടുത്തെങ്കിൽ മാത്രമേ ആദ്യത്തെ ആ മുലപ്പാല് കുടിക്കാൻ പോലും കുഞ്ഞിന് സാധിക്കുള്ളൂ. ഏറ്റവും ദുർബലനായി സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. ഈ പ്രപഞ്ചത്തിലേക്ക് നീ വന്നപ്പോ ലാ തഅലമൂന ശൈആ. യാതൊന്നും അറിയാത്തവരായിരുന്നു നിങ്ങൾ. വജഅല ലകുമുസ് സമഅ വൽ അബ്സ്വാറ വൽ അഫ്ഇദാ. നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും അതുപോലെ തന്നെ ബുദ്ധിശക്തിയും തന്നത് റബ്ബാണ്. എന്തിനു വേണ്ടി? ലഅല്ലക്കും തഷ്കുറൂൻ. നിങ്ങൾ നന്ദിയുള്ളവരാകാൻ. അതുകൊണ്ട് അള്ളാനെ അറിഞ്ഞ് അവൻ പഠിപ്പിച്ചതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി അവനിലുള്ള ശരിയായ വിശ്വാസത്തെ മുറുകെ പിടിക്കുമ്പോഴേ മനുഷ്യൻ രക്ഷപ്പെടുകയുള്ളൂ. വിശ്വാസരംഗത്ത് മനുഷ്യൻ വഴിതെറ്റിപ്പോകാനുള്ള കാരണം വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നു, മസലുല്ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാ കമസലിൽ അൻകബൂത് ഇത്തഖദത് ബൈതാ. അല്ലാഹുവിന് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ചിട്ടുള്ള ആളുകൾ, അവരുടെ ഉദാഹരണം എട്ടുകാലിയെ പോലെയാണ്. അതൊരു വീടുണ്ടാക്കുന്നു. വൈനൗഹനൽ ബുയൂതില ബൈതുൽ അൻകബൂത്. ഏറ്റവും ദുർബലമായ വീട് എട്ടുകാലിയുടെ വലയാണ്. ആ എട്ടുകാലി വല പോലെയാണ് അല്ലാഹു അല്ലാത്ത നിങ്ങൾ രക്ഷയ്ക്ക് വേണ്ടി സമീപിക്കുന്ന ആളുകൾ എന്ന് പടച്ചറബ് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് വളരെ കൃത്യമായ ഒരു വിശ്വാസ പ്രമാണം. പക്ഷെ മനുഷ്യൻ എന്താ ചെയ്യുന്നത്? ഇത്ര കൃത്യമായിട്ടും ഇതിനെ കൈവിട്ടുകൊണ്ട് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന കാര്യങ്ങളിലേക്ക് മനുഷ്യൻ പോവുകയാണ്. എന്നിട്ട് അവിടെയൊക്കെ തെളിവുകൾ അന്വേഷിച്ച് നടക്കുന്നു. അള്ളാഹ് പറയുന്നത് സൂറത്ത് മുഅ്മിനൂൻ 117-ാമത്തെ ആയത്തിൽ, അള്ളാഹുവിന് പുറമെ മറ്റേതൊരു ഇലാഹിനോട് ആര് ദുആ ചെയ്യുന്നുവോ ലാ ബുർഹാന ലഹൂ ബി, ലാ ബുർഹാന ലഹൂ ബി, അവർക്ക് അക്കാര്യത്തിൽ യാതൊരു തെളിവുമില്ല. അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ വേണ്ടി തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ സംവാദങ്ങൾ സംഘടിപ്പിക്കുന്നത്, പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കുന്നത്. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നതോ ലാ ബുർഹാന ലഹൂ ബി. അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാം എന്നതിന് ഒരു തെളിവും നിങ്ങൾക്ക് കിട്ടുകയില്ല എന്ന് മാത്രമല്ല, വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്. അള്ളാഹുവിന് പുറമെയുള്ളവരോട് ദുആ ചെയ്യുന്നവനേക്കാൾ പിഴച്ചവൻ ആരാണുള്ളത് എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ചോദിക്കുന്നത്. അപ്പൊ വളരെ കൃത്യമാണ് വിശ്വാസരംഗത്ത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യം തൗഹീദ്. മനുഷ്യന് ആത്മബോധം നൽകുന്ന, സുരക്ഷിതത്വം നൽകുന്ന, സുരക്ഷിതത്വ ബോധം നൽകുന്ന വിശ്വാസം, ചൂഷണമുക്തമായ വിശ്വാസം. ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം ഓരോ ദിവസവും വായിക്കുന്ന വാർത്ത എന്താണ്? ആന പാപ്പാനെ കൊന്നു, അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരനെ കൊന്നു. എന്തേ കാരണം? നേർച്ചയുമായി ബന്ധപ്പെട്ട്, എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ട്, പൂരവുമായി ബന്ധപ്പെട്ട്, പെട്ടിയും പെട്ടി വരവുകളുമായി പാവപ്പെട്ടവനെ പോക്കറ്റടിക്കുകയും അതേ പ്രകാരം തന്നെ മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുന്ന വിധത്തിൽ ആനയുടെ ആക്രമണമൊക്കെ ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് മതം എന്തുകൊണ്ട് എത്തിച്ചേർന്നു? അള്ളവിടെ ചോദിച്ചല്ലോ, അവനേക്കാൾ വഴിവീഴ്ചവൻ ആരാണുള്ളത്? ആരേക്കാൾ? അള്ളാഹ്ക്ക് പുറമെ മറ്റുള്ള ആളുകളെ, ഔലിയാക്കളെ സ്വീകരിക്കുന്ന മനുഷ്യനേക്കാൾ വഴിവീഴ്ചവൻ ആരാണ്? അപ്പൊ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ശരിയായ വിശ്വാസം, അള്ളാഹുവിന്റെ ഏകത്വം. രണ്ടാമത്തേത് ജീവിതത്തെ സംബന്ധിച്ചിട്ടുള്ള ലക്ഷ്യമാണ്. മനുഷ്യർക്ക് ഇന്ന് നഷ്ടപ്പെട്ടു പോയത് അതാണ്.
സുഖങ്ങളും സൗകര്യങ്ങളും തേടി നടക്കുമ്പോ അത് ലഭിക്കാതെ പോകുമ്പോ നിരാശരാകുന്ന മനുഷ്യൻ എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ആത്മഹത്യകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോ ദിനവും ലോകത്ത് ആത്മഹത്യകൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. പ്രേമ നൈരാശ്യത്തിന്റെ പേരിൽ നടക്കുന്ന ആത്മഹത്യകൾ, തൊഴിലുമായി ബന്ധപ്പെട്ട് തൊഴിൽ നഷ്ടപ്പെടുമ്പോൾ നടക്കുന്ന ആത്മഹത്യകൾ, സ്ത്രീധനത്തിന്റെ പേരിൽ നടക്കുന്ന ആത്മഹത്യകൾ, സൗന്ദര്യം കുറഞ്ഞുപോയി എന്ന് വിവാഹം കഴിഞ്ഞു ചെന്ന വീട്ടുകാർ പറഞ്ഞതിന്റെ പേരിൽ നടക്കുന്ന ആത്മഹത്യകൾ, അങ്ങനെ ആത്മഹത്യകളും കൊലപാതകങ്ങളും ഒക്കെ വാർത്തയല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ അടിസ്ഥാനപരമായ ജീവിതത്തിന്റെ ലക്ഷ്യം, സമാധാനത്തിന്റെ മാർഗം എന്താണെന്ന് ചോദിക്കുമ്പോ വിശുദ്ധ ഖുർആൻ നൽകുന്ന കൃത്യമായൊരു മറുപടിയുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യം ചെയ്യുമ്പോഴും അവനൊരു ലക്ഷ്യം ഉണ്ടാകും. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ എവിടെ പോകുന്നു എന്ന് വഴിയിൽ കണ്ട ഒരാൾ ചോദിച്ചാൽ നിങ്ങൾക്ക് അതിനൊരു മറുപടിയുണ്ട്. രാവിലെ സ്കൂളിലേക്ക് പോകുന്ന ഒരു കുട്ടിയോട് എവിടെ പോകുന്നു എന്ന് ചോദിച്ചാൽ അവനൊരു മറുപടിയുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. എടവണ്ണ അങ്ങാടിയിലേക്ക് നിങ്ങൾ പോകുമ്പോ എവിടെ പോകുന്നു എന്ന് വഴിയിൽ കണ്ട ഒരാൾ ചോദിച്ചാൽ നിങ്ങൾക്കൊരു മറുപടിയുണ്ട്. പാടത്തേക്ക് തൂമ്പയുമായി പോകുന്ന കർഷകന് ആ യാത്രക്ക് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. ഓഫീസിലേക്ക് പോകുന്ന ഒരു ഉദ്യോഗസ്ഥന് ആ യാത്രക്ക് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. മനുഷ്യന്റെ ഏത് പ്രവർത്തനങ്ങൾക്കും ലക്ഷ്യമുണ്ട്. മാത്രമല്ല, ലക്ഷ്യം പ്രവർത്തനത്തിന്റെ അപ്പുറത്താണ് ഉണ്ടാവുക. പാടത്ത് വിത്ത് വിതക്കുന്ന ഒരാളോട് നമ്മൾ എന്തിനായി വിത്ത് വിതക്കുന്നത് ചോദിച്ചാൽ വിത്ത് വിതക്കാൻ വേണ്ടി എന്ന് പറയുമല്ല, പിന്നെ മാസങ്ങൾക്ക് ശേഷം കൊയ്തെടുക്കാനുള്ള വിളയെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ് വിത്ത് വിതക്കാൻ അയാളെ പ്രേരിപ്പിക്കുന്നത്. ഏത് കാര്യത്തിലും ലക്ഷ്യം പ്രവർത്തനത്തിന്റെ അപ്പുറത്താണുള്ളത്. എങ്കിൽ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ജീവിക്കുക എന്നതാണോ? വിശുദ്ധ ഖുർആൻ മനുഷ്യരെ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. ഈ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ലക്ഷ്യം മനസ്സിലാക്കലാണ് ജീവിതത്തിലെ വിജയത്തിന്റെ മാർഗം എന്ന് പറയുന്നത്. മരണമെന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. അതാരും നിഷേധിച്ചിട്ടും കാര്യമില്ല. എന്താണ് മരണം എന്ന് അറിയാനും പഠിക്കാനും ലോകത്ത് ഒരുപാട് ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ലോകാരോഗ്യ സംഘടന അതിനുവേണ്ടി കുറച്ച് ആളുകളെ നിയോഗിച്ചു, മരണം എങ്ങനെയാ സംഭവിക്കുന്നത് എന്ന് പഠിക്കാൻ. ആദ്യം അവർ പറഞ്ഞു മനുഷ്യന്റെ ഹൃദയത്തിന്റെ പ്രവർത്തനം നിലക്കുന്നതുകൊണ്ടാണ് മരണം സംഭവിക്കുന്നത്. പിന്നീട് പഠനങ്ങളിൽ വ്യക്തമായത് മരണപ്പെട്ട ഏതാനും സെക്കൻഡുകൾ ഹൃദയം സജീവമാണ്, അതുകൊണ്ടാണല്ലോ അവയവ കൈമാറ്റങ്ങളൊക്കെ സാധിക്കുന്നത്. പിന്നെ പറഞ്ഞു തലച്ചോറിന്റെ പ്രവർത്തനം നിലക്കുന്നതാണ്, അതുമല്ല എന്നാണ് പിന്നീട് കണ്ടെത്തിയത്. ചുരുക്കി പറഞ്ഞാൽ എന്താണ് മരണം എന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചപ്പോ 5 ഗ്രന്ഥങ്ങൾ, 5 വാളിയുള്ള പുസ്തകം ഉണ്ടായി എന്നല്ലാതെ എന്താണ് മരണം എന്ന് കൃത്യമായി വ്യാഖ്യാനിക്കാൻ ശാസ്ത്രത്തിന് സാധിച്ചിട്ടില്ല. ആത്മാവ് എന്നൊരു സാധനമുണ്ട്, അത് ശരീരത്തിൽ നിന്ന് യാത്രയാകുന്ന ഒരു നിമിഷമുണ്ട്. ആ സന്ദർഭം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാക്കളും മരണത്തിന്റെ രുചി അറിയുക തന്നെ ചെയ്യും. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ പ്രതിഫലം നിങ്ങൾക്ക് പൂർത്തീകരിക്കപ്പെടും അന്ത്യദിനത്തിൽ. ആ ദിവസം ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്, ആര് നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുവോ അവൻ വിജയിച്ചിരിക്കുന്നു. അതാണ് ജീവിതത്തിലെ വിജയം എന്ന് പറയുന്നത്. അപ്പം മരണത്തോടുകൂടി ജീവിതം അവസാനിക്കുകയില്ല. ഈ മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട് എന്ന യാഥാർത്ഥ്യം അത് ഉൾക്കൊള്ളുമ്പോഴേ മനുഷ്യന്റെ കർമ്മങ്ങൾക്ക് പൂർണ്ണത ഉണ്ടാകുന്നുള്ളൂ. ഞാൻ ഓർത്തുപോകുന്നു, കേരളത്തിലെ ഒരു പ്രമുഖ പ്രസിദ്ധീകരണത്തിൽ മരണത്തെയും പരലോകത്തെയും സ്വർഗത്തെയും നരകത്തെയൊക്കെ നിഷേധിച്ചുകൊണ്ട് തുടർലേഖനം എഴുതിയിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം പിൽക്കാലത്ത് എഴുതിയ ഒരു ലേഖനം, അദ്ദേഹം പറയാണ്, എന്റെ സഹപ്രവർത്തകന്റെ മകൻ മരണപ്പെട്ടു ഒരു ആക്സിഡന്റിൽ. ഞങ്ങൾ ഒന്നിച്ച് ആ മരണ വീട്ടിൽ ചെന്നു. എന്റെ കൂടെയുള്ള ആളുകളൊക്കെ എന്റെ ആ സഹപ്രവർത്തകനെ ആശ്വസിപ്പിച്ചു. പക്ഷേ മരണാനന്തര ജീവിതത്തിൽ വിശ്വാസമില്ലാത്ത ഞാൻ എന്തു പറഞ്ഞാണ് ആശ്വസിപ്പിക്കുക? ശരിയല്ലേ? നമ്മളിൽ ഒരാള്, നമ്മുടെ ഒരു സുഹൃത്തിന്റെ മകൻ ആക്സിഡന്റിൽ മരിച്ചു എന്നറിഞ്ഞാൽ അല്ലാഹു എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മളെയും നമ്മുടെ മക്കളെയും കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകും. അങ്ങനെ ഒരു വീട്ടിൽ ചെന്നാൽ നമുക്ക് ആ മനുഷ്യനെ പറഞ്ഞ് ആശ്വസിപ്പിക്കാനുണ്ട്. എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കുക? അള്ളാഹുവിന്റെ ഖളാഇനെ കുറിച്ച്, ക്ഷമയെ കുറിച്ച്, പരലോകത്ത് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലത്തെ കുറിച്ച്. ഒരു യുക്തിവാദിയും നിരീശ്വരവാദിയും അവന്റെ ഒരു സുഹൃത്തിന്റെ മകൻ ഒരു ആക്സിഡന്റിൽ മരിച്ചാൽ ആ വീട്ടിൽ ചെന്നിട്ട് എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കുക?
സത്യമല്ല അയാൾ ചോദിച്ചത്. എന്തു പറഞ്ഞാണ് ആശ്വസിപ്പിക്കാനുള്ളത്? മരണാനന്തര ജീവിതമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന് അർത്ഥം നൽകുന്നത്, പ്രതീക്ഷ നൽകുന്നത്, സമാധാനം നൽകുന്നത്. അതുകൊണ്ട് ഈ ലോകവും പരലോകവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയണം നിങ്ങൾ. അല്ലാഹു പറയുന്നു സൂറത്തു അൻആം 32-ാമത്തെ വചനത്തിലൂടെ, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ ലഅബുൻ വലഹവ. ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് കളിയും തമാശയും മാത്രമാണ്. വലദ്ദാറുൽ ആഖിറത്തു ഖൈറുൽ ലില്ലദീന യത്തഖൂൻ. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പരലോകമാണ് ഏറ്റവും ഉത്തമം. അഫലാ തഅഖിലൂൻ. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? കാരണം ഈ ലോകത്തെ ഏത് കാര്യത്തിനും ശാശ്വതത്വമില്ല, നീണ്ടകാലത്തെ നിലനിൽപ്പുണ്ടാകൂല. മകനെ ഏറെ പ്രതീക്ഷയോടുകൂടി വലിയ സംഖ്യയൊക്കെ ചെലവഴിച്ച് പഠിപ്പിച്ചിട്ടുണ്ടാകും. ജോലിയിൽ കയറിയിട്ട് 1 മാസത്തെ ശമ്പളം കിട്ടി, അതിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് തന്നാൽ നമുക്ക് ആശ്വസിപ്പിക്കാൻ ഞാൻ ചെലവഴിച്ചത് ഇത്രയെങ്കിലും ഇങ്ങോട്ട് വന്നു. പക്ഷേ ശമ്പളം വാങ്ങുന്നതിന്റെ തലേ ദിവസം ആ മകൻ ഒരു അപകടത്തിൽ മരിച്ചാൽ ആലോചിച്ചു. ലക്ഷങ്ങൾ ചിലവഴിച്ച് നമുക്ക് എന്ത് തിരികെ കിട്ടി? നേരെ മറിച്ച് ആ കുഞ്ഞിനെ നമ്മൾ ദീന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ജീവിതകാലത്ത് ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങൾ, അവൻ നടത്തിയിട്ടുള്ള പ്രാർത്ഥനകൾ നമുക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് മനുഷ്യരെ, ഈ ലോക ദുനിയാവ്, ഈ ദുനിയാവെന്ന് പറയുന്നത് കളിയും തമാശയാണ്. ഒഴുകുന്ന വെള്ളത്തിന്റെ ഉപരിതലത്തിലെ വായു കൂണ പോലെ നിസ്സാരമായ ആയുസ് മാത്രമുള്ളതാണ്. വദരിബ് ലഹും മസലൽ ഹയാത്തിദ് ദുനിയാ കമാഇൻ അൻസൽനാഹു മിനസ് സമാ فاختلط به نبات الأرض فأصبح هشيما تذروه الرياح وكان الله على كل شيء مقتدرا. സൂറത്തു കഹ്ഫിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു, ദുനിയാവിന്റെ ഉദാഹരണം എന്ന് പറയുന്നത് നല്ല മഴ പെയ്യുന്നു. അപ്പോൾ ഈ ഭൂമിയിലുള്ള ചെടികൾ അങ്ങനെ പൊട്ടി മുളച്ച് വളരെ സമ്പുഷ്ടമായിട്ട് അത് വളരുന്നു. പക്ഷെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? അത് മഞ്ഞ നിറമായി മാറുന്നു, അത് മഞ്ഞളിപ്പുള്ളതായി മാറുന്നു. കാറ്റ് വന്നിട്ട് അതിനെ വഹിച്ചു കൊണ്ടുവന്നു, അത് നുരുമ്പി ദ്രവിച്ചില്ലാതാകുന്നു. അള്ളാഹു എല്ലാ കാര്യത്തിനും കൃത്യമായൊരു കണക്ക്, ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും അല്ലാഹു പറയുന്നു, അൽമാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തിദ് ദുനിയാ. എല്ലാത്തിനും കഴിവുള്ളവനായ റബ്ബ് പഠിപ്പിക്കുകയാണ്, അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ. നിങ്ങളുടെ സ്വത്തും സന്താനങ്ങളും എന്ന് പറയുന്നത് ഐഹിക ജീവിതത്തിൽ അലങ്കാരം മാത്രമാണ്. വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബാ വ ഖൈറുൻ അമലാ. അവശേഷിക്കുന്ന സൽക്കർമ്മങ്ങൾ ഉണ്ടല്ലോ, അതാണ് റബ്ബിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമം, ശുഭപ്രതീക്ഷയ്ക്ക് ഏറ്റവും വകയുള്ളത്. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നുണ്ട്, വൽ ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന് പറയുന്നത്, അവശേഷിക്കുന്ന സൽക്കർമ്മങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായി 5 കാര്യങ്ങളാണ്. തസ്ബീഹ് അതിൽപ്പെട്ടതാണ്, തഹ്ലീൽ അതിൽപ്പെട്ടതാണ്, തഹ്മീദ് അതിൽപ്പെട്ടതാണ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നത് അതിൽപ്പെട്ടതാണ്. ഇങ്ങനെയുള്ള ദിക്റുകളാണ് പ്രധാനമായി ഇവിടെ ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന് പറയുന്നത്. അവശേഷിക്കുന്ന സൽക്കർമ്മങ്ങൾ, ജീവിതത്തിൽ നമ്മൾ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ചൊല്ലുന്ന ദിക്റുകൾ, ചെയ്യുന്ന കർമ്മങ്ങളോടൊപ്പം അതും പ്രാധാന്യമുള്ളതാണ്. ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിന്റെ ലക്ഷ്യം പരലോകമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോഴേ ശരിയായ ജീവിതം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം എത്ര വന്നാലും എത്ര ലഭിച്ചാലും മനസ്സിന്റെ കൊതി തീരാത്ത, മനസ്സിന്റെ ആഗ്രഹങ്ങൾക്ക് അവസാനം ഉണ്ടാകാത്ത, എത്ര തന്നെ ലഭിച്ചാലും മതിവരാത്തൊരു മാനസികാവസ്ഥയിലേക്ക് മനുഷ്യനെത്തും. അതുകൊണ്ട് പരലോകമാണ് യഥാർത്ഥ ജീവിതം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. മനുഷ്യന്റെ മനസ്സിൽ സമാധാനം നൽകാൻ ഖുർആൻ പഠിപ്പിക്കുന്ന ഈ വിശ്വാസമല്ലാതെ ഏതിനാണ് സാധിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജീവിതത്തിന്റെ ലക്ഷ്യം പരീക്ഷണമാണെന്ന് പറയുന്നത്. പരീക്ഷണമാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറയുമ്പോ ആ പരീക്ഷണങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കണം എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നത്. സൂറത്തു അംബിയാ 35-ാമത്തെ വചനം, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. എല്ലാ ആത്മാക്കളും മരണത്തിന്റെ രുചി അറിയുക തന്നെ ചെയ്യും. വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈർ, തിന്മ കൊണ്ടും നന്മ കൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കും. ഫിത്ന, ഒരു പരീക്ഷണമായി കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. വഇലൈനാ തുർജഊൻ, നമ്മളിലേക്കാണ് നിങ്ങൾ മടങ്ങി വരിക.
ജീവിതത്തിൽ എപ്പോഴും പരീക്ഷണം ഉണ്ടാകും. അതുകൊണ്ട് ഏത് അനുഭവം, അത് സന്തോഷമുള്ളതാകട്ടെ ദുഃഖമുണ്ടാക്കുന്നതാകട്ടെ, എന്റെ റബ്ബ് എന്നെ പരീക്ഷിക്കാൻ വേണ്ടി നൽകിയതാണ് എന്നത് ഉൾക്കൊള്ളുക. അത് ജീവിതത്തിന് നൽകുന്ന ഒരു ആനന്ദമുണ്ട്, ഒരു സമാധാനമുണ്ട്. ഈമാന്, അമ്ന് ഭാഷാപരമായി സാമ്യതയുള്ള രണ്ടു വാക്കുകളാണ്. ഈമാനിലൂടെ, വിശ്വാസത്തിലൂടെ ഒരാൾക്ക് കിട്ടുന്നത് അമ്നാണ്, നിർഭയത്വമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു, ഇന്ന അളമുൽ ജസാഇ മഅളിമിൽ ബലാ വ ഇന്നല്ലാഹ ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹും ഫമൻ റളിയ ഫലഹു റിളാ വമൻ സഖിത ഫലഹു സുഖത്ത്. ഇമാം തുർമുദി റഹിമഹുല്ലാഹ് റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, പ്രതിഫലങ്ങളിൽ ഏറ്റവും മഹത്തരം പരീക്ഷണങ്ങളിലൂടെ ലഭിക്കുന്ന മഹത്വമാണ്. തീർച്ചയായും അള്ളാഹു ഒരു ജനസമൂഹത്തെ ഇഷ്ടപ്പെട്ടാൽ അവരെ പരീക്ഷിക്കും. അവരെ റബ്ബ് തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കും. അള്ളാഹുവിന്റെ കോപം അവർക്കുണ്ടോ? തീർച്ചയായും കോപവും ലഭിക്കും. അപ്പൊ പരീക്ഷണങ്ങളെ എന്റെ റബ്ബ് എന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് എന്നെ പരീക്ഷിക്കാൻ വേണ്ടി തന്നതാണ് എന്ന് മനസ്സിലാക്കലാണ് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അത് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവന് മാത്രമുള്ള പ്രത്യേകതയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മാ യുസീബുൽ മുസ്ലിമു മിൻ ഹമ്മിൻ വലാ ഹുസ്നിൻ വലാ വസബിൻ വലാ നസബിൻ വലാ അദൻ ഹത്താ ശൗകത്ത് യുശാഖുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാ. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്ന ഹദീസ്, ഏതൊരു പ്രയാസമാകട്ടെ, ഒരു ദുഃഖമാകട്ടെ, ഒരു ക്ലേശമാകട്ടെ, ഏതൊരു അനുഭവം, ഒരു കാലിൽ ഒരു മുള്ളു തറക്കുന്നവരേക്കും ആ കാരണത്താൽ അള്ളാഹു അവന്റെ പാപങ്ങളെ മായ്ച്ചു കളയുമെന്നതാണ്. അതുകൊണ്ട് ഏത് പരീക്ഷണങ്ങൾ വരുമ്പോഴും അതിൽ സഹിക്കാനും ക്ഷമിക്കാനും സാധിക്കുക. അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന, പരലോകത്തെ മനസ്സിലാക്കുന്ന ഒരാൾക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായ ഒരു ഉദാഹരണം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇമാം തുർമുദി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസ്, കുട്ടി മരിക്കുക എന്ന് പറഞ്ഞാൽ എത്ര പ്രയാസം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഈ അടുത്തൊരു ഒരു ഉമ്മയുടെ കവിത വായിക്കുകയുണ്ടായി. മകൻ മരിച്ച ഒരു ഉമ്മയുടെ, ആ മകന്റെ മരണത്തിലുള്ള വേദന കവിതയായി അവതരിപ്പിച്ചപ്പോ കണ്ണു നിറഞ്ഞു പോകുന്ന അവതരണം. പക്ഷേ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞു മരിച്ചാൽ അവന് ലഭിക്കുന്ന സൗഭാഗ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ മാത വലദുൽ അബ്ദ്, തന്റെ ഒരു അടിമയുടെ കുഞ്ഞു മരിച്ചാൽ ഖാലല്ലാഹു ലിമലായികതിഹി ഖബൽതും വലദ അബ്ദി, ഈ കുഞ്ഞിന്റെ റൂഹ് പിടിച്ച മലക്കുകൾ അല്ലാഹുവിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോ റഹ്മാനായ റബ്ബ മലക്കുകളോട് ചോദിക്കുകയാണ്, എന്റെ അടിമയുടെ കുഞ്ഞിന്റെ റൂഹ് നിങ്ങൾ പിടിച്ചോ? ഫയഖൂലൂന നഅം, മലക്കുകൾ അല്ലാഹുവിനോട് മറുപടി പറയും, അതേ റബ്ബേ. ഫയഖൂൽ, അപ്പോൾ അല്ലാഹു മലക്കുകളോട് ചോദിക്കും, മാദാ ഖാല അബ്ദി, എന്റെ അടിമ അപ്പൊ എന്താ പറഞ്ഞത്? അവന്റെ കരളിന്റെ കഷ്ണത്തെ നിങ്ങൾ ഇങ്ങനെ പറിച്ചെടുത്ത് കൊണ്ടുപോന്നപ്പോ എന്റെ അടിമ എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത്? ആ സമയത്ത് മലക്കുകൾ റബ്ബിനോട് മറുപടി പറയും. ഫയഖൂലൂൻ, അവർ പറയാണ്, ഹമിദക വസ്തർജഅ, നിന്റെ ആ അടിമ നിന്നെ സ്തുതിച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് അവൻ പറയുകയും ചെയ്തു. മലക്കുകൾ അങ്ങനെ റബ്ബിനോട് പറയുമ്പോ ഫയഖൂലുല്ലാഹു തആല, അല്ലാഹു മലക്കുകളോട് കൽപ്പിക്കും, ഇബ്നൂ ലിഅബ്ദി ബൈതൻ ഫിൽ ജന്ന, എന്റെ ആ അടിമക്ക് നിങ്ങൾ സ്വർഗ്ഗത്തിൽ ഒരു വീട് പണിയൂ. വസമ്മൂഹു ബൈത്തുൽ ഹംദ്, ആ വീടിന് നിങ്ങൾ ബൈത്തുൽ ഹംദ് എന്ന് പേര് നൽകൂ. അള്ളാഹുവിനെ മനസ്സിലാക്കിയ, പരലോകത്തെ മനസ്സിലാക്കിയ ഒരു മനുഷ്യനല്ലാതെ സ്വന്തം കരളിന്റെ കഷ്ണം ആ പിഞ്ചു കുഞ്ഞ് മരണപ്പെടുമ്പോ മലക്കുകൾ റൂഹിനെ കൊണ്ടുപോകുമ്പോ അൽഹംദുലില്ലാ പറയാൻ മറ്റാർക്കാണ് സാധിക്കുക? ഒരു സുഹൃത്ത് പറഞ്ഞ അനുഭവം ഞാൻ ഓർത്തു പോകുന്നു. ഗൾഫിൽ വെച്ച് 10-15 നിലയുള്ള ഒരു ബിൽഡിംഗ്, അതിന്റെ മുകളിൽ നിന്ന്, ഗൾഫിൽ പലപ്പോഴും നമുക്കറിയാം ജനാലകൾക്ക് അഴികൾ ഉണ്ടാകില്ല, നീക്കുന്ന ഗ്ലാസ്സാണ്. ഞാൻ നേരിട്ട് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. മൂത്ത കുട്ടിയെ വണ്ടി കയറ്റാൻ താഴെ കാത്തു നിൽക്കുന്ന ഉമ്മയുടെ നേരെ മുന്നിലേക്ക് 2 വയസ്സുള്ള പിഞ്ചുകുഞ്ഞ് ആ ജനലിന്റെ ഗ്ലാസ് നീക്കിയിട്ട് നേരെ താഴോട്ട് വീണ് ആ ഉമ്മയുടെ മുന്നിൽ വെച്ചിട്ട് മരിച്ച സംഭവം.
ഇതുപോലെ ഉണ്ടായ ഒരു സംഭവം 10-15ഓളം നിലയുള്ള കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് കുഞ്ഞ് താഴോട്ട് വീണ് തല പൊട്ടിച്ചെതറി ചോരയൊലിച്ചു നിൽക്കുന്ന സന്ദർഭം. ആളുകൾ ഓടിക്കൂടുന്നു. ആ സന്ദർഭത്തിൽ അതാ 40-45 വയസ്സുള്ള ഒരാൾ ഇങ്ങനെ ഓടി വന്നിട്ട് ആ കുഞ്ഞിന്റെ മയ്യത്ത് കയ്യിലെടുത്ത് 2 കണ്ണുകളും മേൽപോട്ട് ഉയർത്തി പറയുന്നു, അൽഹംദുലില്ലാഹ്. ആരായിരുന്നു സഹോദരങ്ങളെ അത്? ആ പിഞ്ചു കുഞ്ഞിന്റെ ഉപ്പയാണ്. ആർക്കാണ് അങ്ങനെ പറയാൻ സാധിക്കുക? അള്ളാഹുവിനെ മനസ്സിലാക്കിയ, റബ്ബിന്റെ കാരുണ്യത്തെ മനസ്സിലാക്കിയ, പരലോകത്തെ മനസ്സിലാക്കിയ, സ്വർഗത്തെ മനസ്സിലാക്കിയ ഒരു മനുഷ്യനല്ലാതെ ആർക്കാണ് സാധിക്കുക? അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിച്ചത്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മനസ്സിന്റെ സമാധാനം കിട്ടാനുള്ള മാർഗം എന്താ? ലഹരി ഉപയോഗിച്ചത് കൊണ്ട് സമാധാനം കിട്ടില്ല. പാറപ്പുറങ്ങളിലോ കടൽ തീരങ്ങളിലോ പോയിരുന്നത് കൊണ്ട് സമാധാനം കിട്ടില്ല. തിയേറ്ററുകളിൽ പോയി മണിക്കൂറുകൾ ചെലവഴിച്ചത് കൊണ്ട് സമാധാനം കിട്ടില്ല. ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും സമാധാനം കിട്ടാനുള്ള മാർഗം അള്ളാഹിനെ കുറിച്ചുള്ള ദിക്റാണ്, പടച്ചതമ്പുരാനെ കുറിച്ചുള്ള ഓർമ്മയാണ്. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എന്റെ റബ്ബ്, ആ റബ്ബിന് വേണ്ടി ഏത് അധ്വാനവും നടത്തുമ്പോ മനുഷ്യന് സമാധാനാണ്, മുഅ്മിന് സന്തോഷാണ്. അതാണ് ഈമാനിന്റെ പ്രത്യേകത. നമ്മൾ ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, സ്നേഹം എന്ന് പറയുന്നത് എത്ര ഉത്തമമായ ഒരു വികാരാണ്. സ്നേഹം എന്ന് പറയുന്നത്, സ്നേഹത്തിന്റെ മുമ്പിൽ പലപ്പോഴും നമ്മളൊക്കെ വീർപ്പ് കൂട്ടാറുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, പ്രവാസികളായ ആളുകൾ, കുടുംബം അങ്ങോട്ട് കൊണ്ടുപോകാത്തവർ നാട്ടിൽ വന്നു പോകുന്ന സമയത്ത് അവിടെ എത്തിക്കഴിഞ്ഞാലൊക്കെ ഉണ്ടാകുന്ന, കുടുംബത്തെ വിട്ടുപോയാൽ ഉണ്ടാകുന്ന പ്രയാസവും ദുഃഖവും ബുദ്ധിമുട്ടും ഒക്കെ എത്ര വലുതാണ്. പ്രിയപ്പെട്ടവരോടുള്ള സ്നേഹം, ആ സ്നേഹത്തിന് വേണ്ടി നമ്മൾ എന്ത് ത്യാഗവും സഹിക്കും. ബാപ്പാനെ മഞ്ചേരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, ICUവിലാണ് 4 ദിവസം. ആ ICUവിന്റെ മുമ്പിൽ ഒരു സ്റ്റൂള് പോലും, ഇരിക്കാൻ ഒരു സ്റ്റൂള് പോലും കിട്ടാതെ ICUവിന്റെ മുമ്പിൽ കാത്തു നിൽക്കേണ്ടി വന്നാൽ നമ്മൾ പരാതിപ്പെടുമോ? നമുക്ക് പ്രയാസം ഉണ്ടാകോ? ഇല്ല. എന്നെ ഞാനാക്കി മാറ്റി എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട എന്റെ ഉപ്പാക്ക് വേണ്ടിയാണ്. ജീവിതത്തിൽ എന്നെ വളർത്തി ഞാനാക്കി മാറ്റിയ എന്റെ ഉമ്മാക്ക് വേണ്ടിയാണ്. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ത്യാഗം സഹിക്കുമ്പോ നമുക്കതിൽ നിർവൃതിയുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ടത് ആരാണ് ഒരു അടിമക്ക്? ഒരു മുഅ്മിന് ഏറ്റവും പ്രിയപ്പെട്ടത് റഹ്മാനായ റബ്ബാണ്. അതുകൊണ്ട് തന്നെ ആ റബ്ബിന് വേണ്ടി ചെയ്യുന്ന ഏത് ത്യാഗവും, ആ റബ്ബിന് വേണ്ടി നൽകുന്ന ഏത് സ്വതക്കയും, ആ റബ്ബിന് വേണ്ടി നടത്തുന്ന ഏത് ദഅ്വാ പ്രവർത്തനവും, ആ റബ്ബിന് വേണ്ടി നടത്തുന്ന ഏത് ഇബാദത്തും മുഅ്മിന് സന്തോഷം നൽകും. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ റബ്ബിന് വേണ്ടിയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് വന്നിട്ട് ഒരു സഹാബി ചോദിക്കുകയാണ്, റസൂലേ, എനിക്ക് ഈമാനുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ സാധിക്കും? ഈമാൻ എന്നിൽ ഉണ്ട് എന്നതിന്റെ അടയാളം എന്താണ്? അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയൊരു മറുപടി. ആ മറുപടി ഞാനും നിങ്ങളൊക്കെ നമ്മുടെ ജീവിതവുമായി തട്ടിച്ചു നോക്കേണ്ടതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സററതുക ഹസനതുക വസാഅതുക സയ്യിഅതുക വഅൻത മുഅ്മിൻ. നിന്റെ നന്മ നിനക്ക് സന്തോഷം നൽകുകയും നിന്റെ തിന്മ നിനക്ക് ദുഃഖമുണ്ടാക്കുകയും ചെയ്യുന്നുവെങ്കിൽ നീ മുഅ്മിനാണ്. നന്മ നിനക്ക് സന്തോഷം നൽകുക. അൽഹംദുലില്ലാഹ്, ഇന്ന് 2 ജുസ് ഓതാൻ സാധിച്ചു. റബ്ബ് കബൂലാക്കട്ടെ. ഒരു സന്തോഷം. അൽഹംദുലില്ലാഹ്, ഇന്ന് ഇതുവരെയുള്ള എല്ലാ വക്തും ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകാതെ ജമാഅത്ത് കിട്ടി. അൽഹംദുലില്ലാഹ്, വല്ലാത്തൊരു സന്തോഷം. അൽഹംദുലില്ലാഹ്, എന്ന് ആരും അറിയാതെ പാവപ്പെട്ട ഒരു മനുഷ്യന് സാമ്പത്തിക സഹായം ചെയ്യാൻ കഴിയും. ഇങ്ങനെ നന്മ ചെയ്യുമ്പോൾ മനസ്സിലൊരു ആനന്ദം അനുഭവപ്പെടും. നിന്നിൽ ഈമാനുണ്ട് എന്നതിന്റെ തെളിവാണ്. രണ്ടാമത്തേത്, തിന്മ നിന്നെ ദുഃഖിപ്പിക്കുക. കാണാൻ പാടില്ലാത്തത് നോക്കിപ്പോയി, പറയാൻ പാടില്ലാത്തൊരു വാക്ക് പറഞ്ഞുപോയി, ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തു പോയി. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്ത പോലെ, വലാ തുഖ്സിനി യൗമ യുബഅസൂൻ. നാദാ, ആളുകൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന പരലോകമുണ്ടല്ലോ, അവിടെ നീ എന്നെ മാനം കെടുത്തല്ലേ, നീ എന്നെ അപമാനപ്പെടുത്തരുത്. ഈ ചിന്ത, ഈ 2 കാര്യങ്ങൾ നിന്നിലുണ്ടെങ്കിൽ നിന്നിൽ ഈമാനുണ്ട് എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിലെ ഏത് അനുഭവങ്ങളും അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കുമ്പോ, പരലോകത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോ അത് ഫലപ്രദമായി മാറും. അതാണ് പ്രവാചകന്മാരുടെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഒക്കെ റബ്ബിലേക്ക് കൂടുതൽ അടുക്കാനുള്ള സന്ദർഭങ്ങളാക്കി മാറ്റുക. അയ്യൂബ് അലൈഹിസ്സലാം, വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർറു അൻത അർഹമുർ റാഹിമീൻ. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്ന സമർപ്പണത്തിന്റെ
തവക്കുലിന്റെ മഹിതമായ ഉദാഹരണങ്ങൾ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു അവസ്ഥയിലേക്ക് ഒരു വിശ്വാസിയെ എത്തിക്കുന്നത് കൃത്യമായ തവക്കുലാണ്, അള്ളാഹുവിനെ അറിയലാണ്, മനസ്സിലാക്കലാണ്. അത് വീടിന്റെ മുന്നിൽ ഒരു ബോർഡായി എഴുതി വെക്കാനുള്ളതല്ല. ഓട്ടുന്ന കാറിന്റെ സ്റ്റിയറിംഗിന്റെ അടുക്കൽ മുന്നിൽ തൂങ്ങുന്ന ഒരു ബോർഡായിട്ട് വെക്കാനുള്ളതല്ല തവക്കൽതു അലല്ലാഹ്, മറിച്ച് ഹൃദയത്തിൽ കൊത്തിവെക്കാനുള്ളതാണ്. അയ്യൂബ് അലൈഹിസ്സലാമിന് പ്രയാസമുണ്ടായപ്പോ റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹു ആ ദുആ ചെയ്തു, പ്രയാസം നീക്കിക്കൊടുത്തു എന്നാ പറയുന്നത്. സൂറത്ത് വിശുദ്ധ ഖുർആൻ, സൂറത്ത് അംബിയായിൽ, അതുപോലെ തന്നെ സൂറത്ത് യൂനുസിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും മഹാനായ യൂനുസ് അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അല്ലാഹു പറയുന്നത്. വല്ലാത്ത ചില ചരിത്ര സംഭവങ്ങളാണ്. وظنون إذ ذهب مغاضبا وظن أن لن نقدر عليه ونادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. നമുക്കറിയാവുന്ന ചരിത്രമാണ്, നമ്മൾ ഏറെ ഓതിപ്പോയിട്ടുള്ളതാണ്. പക്ഷെ തഫ്സീർ നമ്മൾ വായിക്കുമ്പോ, അതിലെ സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോ അത് വല്ലാതെ ഹൃദയത്തിൽ സ്പർശിക്കുന്നതാണ് സഹോദരങ്ങളെ. ചരിത്രം നിങ്ങൾക്കറിയാം, നമുക്കറിയാവുന്നതാണ്. നീണ്ട വർഷക്കാലം ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിച്ചിട്ട് ആളുകൾ സ്വീകരിക്കുന്നില്ലെന്ന് കണ്ട് നിരാശനായി നാട് വിട്ടുപോകുന്ന മഹാനായ യൂനുസ് അലൈഹിസ്സലാം കപ്പലിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. കപ്പൽ കാറ്റിലും കോളിലും പെടുന്നു, ആളുകൾ നറുക്കിടുന്നു. യൂനുസ് അലൈഹിസ്സലാമിന്റെ പേരിൽ നറുക്ക് വീഴുന്ന അദ്ദേഹത്തെ എടുത്ത് കടലിലേക്ക് എറിയുന്നു, മത്സ്യം വന്ന് വീഴുന്നു. ചരിത്രം നമുക്കറിയാം. പക്ഷെ ഈ സംഭവം പറഞ്ഞിട്ട് അള്ളാഹു പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം ദേഷ്യം പിടിച്ച് നിരാശനായി പോയ ആ സന്ദർഭം നമുക്ക് അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അദ്ദേഹം വിചാരിച്ചു. ആ അന്ധകാരങ്ങളിൽ വെച്ച് അദ്ദേഹം റബ്ബിനെ വിളിക്കുകയാണ്. മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് യൂനുസ് അലൈഹിസ്സലാം നടത്തുന്ന പ്രാർത്ഥന. തഫ്സീർ ഇബ്നു കസീറിൽ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാം, വാനലോകത്തുള്ള മലക്കുകൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, റഹ്മാനായ റബ്ബേ, എവിടെ നിന്നോ പ്രപഞ്ചത്തിന്റെ ഏതോ ഒരു കോണിൽ നിന്നൊരു തസ്ബീഹ് കേൾക്കുന്നുണ്ടല്ലോ. ഈ പ്രപഞ്ചത്തിന്റെ ഏതോ ഒരു കോണിൽ വെച്ച് നിന്നെ പ്രകീർത്തിക്കുന്നത് കേൾക്കുന്നുണ്ടല്ലോ. അള്ളാഹു മലക്കുകളോട് മറുപടി പറയുന്നു, അത് ആഴിയുടെ അഗാധതയിലുള്ള മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് എന്റെ പ്രവാചകൻ യൂനുസ് എനിക്ക് നൽകുന്ന തസ്ബീഹാണ്. സുബ്ഹാനക എന്ന യൂനുസ് അലൈഹിസ്സലാമിന്റെ ആ തസ്ബീഹ് വാനലോകത്ത് കേട്ട മലക്കുകൾ അള്ളാഹിനോട് ചോദിക്കുന്ന സന്ദർഭമാണ്. എന്നിട്ട് ആ മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ചിട്ട് പ്രാർത്ഥന നടത്തി യൂനുസ് അലൈഹിസ്സലാം സുജൂദിൽ വീഴുന്ന ഒരു രംഗമുണ്ട്. തഫ്സീർ ഇബ്നു കസീർ ആ കാര്യം വിശദീകരിച്ചുകൊണ്ട് അവിടെ പറയുന്നത് നമുക്ക് കാണാം. മത്സ്യത്തിന്റെ വയറ്റിൽ സുജൂദിൽ കിടന്നുകൊണ്ട് യൂനുസ് അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറയുന്നത്, അള്ളാഹുവേ, ലോകത്ത് ഇന്നേ വരെ ഒരാളും സുജൂദ് ചെയ്യാത്ത സ്ഥലത്താണ് ഞാനിതാ സുജൂദ് ചെയ്തിരിക്കുന്നത്. ചരിത്രത്തിൽ അതിന്റെ മുമ്പും ശേഷവും നടക്കാത്തൊരു സുജൂദ്, മത്സ്യത്തിന്റെ വയറ് സുജൂദിന്റെ സ്ഥലമായി സ്വീകരിക്കപ്പെട്ട സന്ദർഭം. ആ മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ചിട്ടാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. നാഥാ, നീ അല്ലാതെ മറ്റൊരു ഇലാഹില്ല, നീ പരിശുദ്ധനാണ്, ഞാൻ അക്രമികളിൽ പെട്ടുപോയി. ഈ ആയത്ത് പഠിപ്പിച്ചു തന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നു, നിങ്ങളിൽ ഏതൊരാൾ പ്രയാസത്തിലാകുന്ന സന്ദർഭത്തിൽ ഈ പ്രാർത്ഥന നടത്തിയാൽ അല്ലാഹു നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ട് നീക്കിത്തരും. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. യൂനുസ് അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് നടത്തിയ ആ പ്രാർത്ഥന വിശ്വാസികളായ ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ ജീവിത പ്രതിസന്ധികളിൽ റബ്ബിന്റെ മുമ്പിൽ നടത്തേണ്ടുന്ന ദുആ ആയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഈ ആശ്വാസം, ഈ സമാധാനം വിശുദ്ധ ഖുർആനിലൂടെ അല്ലാതെ ഏതിലൂടെയാണ് സഹോദരങ്ങളെ ഒരു മനുഷ്യന് നേടാൻ സാധിക്കുക? സൂറത്ത് യൂസുഫ് 111ഓളം ആയത്തുകള് ഒരു ചരിത്രം പറഞ്ഞു പോകാൻ വേണ്ടിയല്ല. സൂറത്ത് യൂസുഫിലെ ഓരോ ആയത്തും ആയത്താണ്, ദൃഷ്ടാന്തമാണ്, വിശ്വാസികൾക്ക് പഠിക്കാനുള്ള പാഠങ്ങളാണ്.
ഏതൊരു പിതാവിന്റെയും ദൗർബല്യമാണല്ലോ മക്കള്. യൂസുഫ് എന്ന അരുമയായ മകൻ, ആ മകനെ ചെന്നായ പിടിച്ചു എന്ന വാർത്തയുമായി കള്ളച്ചോര പുരട്ടിയ കുപ്പായവുമായിട്ട് മക്കള് വന്നപ്പോ ആ ബാപ്പാന്റെ മറുപടി എന്താ? വജാഉ അലാ ഖമീസിഹി ബിദമിൻ കദിബിൻ ഖാല ബൽ സവ്വലത് ലക്കും അൻഫുസുകും അംറാ ഫസബ്റുൻ ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. കുപ്പായത്തിൽ കള്ളച്ചോര പുരട്ടിയിട്ട് ഉപ്പാന്റെ മുമ്പിൽ വന്ന് ചെന്നായ പിടിച്ചതാണെന്ന് പറഞ്ഞപ്പോ മഹാനായ യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ മറുപടി ഫസബ്റുൻ ജമീൽ, സുന്ദരമായ ക്ഷമ, സുന്ദരമായ ക്ഷമ. ക്ഷമിക്കുകയാണ്. ഒരു മോനയാ പോയത്, പക്ഷേ ക്ഷമിക്കുക തന്നെ. വർഷങ്ങൾക്ക് ശേഷം സൂറത്ത് യൂസുഫിൽ കാണാം, ബിന്യാമീൻ എന്ന സഹോദരൻ കൊട്ടാരത്തിൽ പിടിച്ചു വെക്കപ്പെട്ടു. യൂസുഫ് അലൈഹി ഇസ്ലാം തന്ത്രപൂർവം സഹോദരൻ അവിടെ പിടിച്ചു വെച്ചതാണ്. ബാക്കിയുള്ള മക്കൾ വന്നിട്ട് ഉപ്പാനോട് പറയാണ്, ഇതാ ബിന്യാമീനെയും അവിടെ പിടിച്ചു വെക്കപ്പെട്ടു. ആ സമയം രണ്ടു മക്കളെ നഷ്ടപ്പെട്ടു. ഒരു ഉപ്പ എന്താ മറുപടി? യാ ബനി യദ്ഹബൂ ഫതഹസ്സസൂ